ഗസയിലേക്ക് കൂടുതൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്ത് UAE. റമദാനിൽ UAE പ്രഖ്യാപിച്ച മദേഴ്സ് എൻഡോവ്മെന്റ് തുക 140 കോടി ദിർഹം പിന്നിട്ടു. ദുബായിൽ ഈ മാസം 28 മുതൽ ഹെവി ട്രക്കുകൾക്ക് നിയന്ത്രണം വരും. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ UAEയിൽ നിന്നുണ്ട്. UAEയിൽ നിന്ന് MCA നാസർ ചേരുന്നുണ്ട്. നാസർ, എന്തൊക്കെയാണ് ഇന്ന് പ്രധാനപ്പെട്ട UAEയിൽ നിന്ന് നൽകാനുള്ള വാർത്തകൾ? ദുബൈയിലെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ ഫീസ് വർദ്ധിപ്പിക്കാൻ അധികൃതർ അനുമതി നൽകിയെന്നതാണ് UAEയിൽ നിന്നുള്ള പ്രധാന വാർത്തകളിലൊന്ന്. നമുക്കറിയാൻ സാധിക്കും, ഈ തുടർച്ചയായിട്ടുള്ള രണ്ടാം തവണയാണ് ദുബൈയിലെ വിദ്യാലയങ്ങൾക്ക് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള അനുമതി നൽകുന്നത്. കാരണം വിദ്യാഭ്യാസ ചെലവുകൾ ഏതാണ്ട് 2.6% ഈ പിന്നിട്ട കാലയളവിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. പക്ഷേ അത് ഗുണനിലവാരത്തെ ആശ്രയിച്ചായിരിക്കണം ഈ ഫീസ് വർധന എന്നുകൂടി അധികൃതർ, പ്രത്യേകിച്ച് KHDA വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഗുണനിലവാരം അനുസരിച്ചുകൊണ്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്. അതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് രേഖപ്പെടുത്തിയ സ്കൂളുകൾക്ക് ഏതാണ്ട് 5.2% വരെ ഫീസ് വർദ്ധിപ്പിക്കാം. ഏറ്റവും ഉയർന്ന ഫീസ് നിരക്ക് അത് ആയിരിക്കും. അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിൽ ഈ ഗുണനിലവാര പട്ടികയിൽ പദവി ലഭിച്ച സ്കൂളുകൾക്ക് അതനുസരിച്ച് മാത്രമായിരിക്കും ഫീസ് വർധനയ്ക്കുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ സ്കൂളുകളുടെ ഗ്രൂപ്പ് തൽക്കാലം തങ്ങൾ ഫീസ് വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിദ്യാലയങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കൂളുകളിലും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നിലക്കും അവരെ പ്രതികൂലമായി ബാധിക്കുന്നില്ല. മറ്റ് സ്ഥാപനങ്ങൾ, സ്വാഭാവികമായിട്ടും മറ്റ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ 5.2% അല്ലെങ്കിൽ അതിന് തൊട്ട് ചുവടെയൊക്കെയുള്ള ഈ ഫീസ് വർധന ഒരു പക്ഷേ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് UAEയിൽ നിന്ന് നേരത്തെയൊക്കെ നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതുപോലെ ഗസയിലേക്കുള്ള എയർ ഡ്രോപ്പ് ചെയ്യുന്ന ആ സംവിധാനം ഇന്നും തുടർന്നു. ഏതാണ്ട് കൂടുതൽ ടൺ ഭക്ഷ്യവസ്തുക്കളാണ് വടക്കൻ ഗസയിൽ ഇങ്ങനെ എയർ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. ആ ശ്രമങ്ങൾ ഇനിയും തുടരുമെന്ന് കൂടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ റമദാനിൽ UAE പ്രഖ്യാപിച്ച ഏറ്റവും വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ പദ്ധതിയാണ് മദേഴ്സ് എൻഡോവ്മെൻറ്റ്. ആ മദേഴ്സ് എൻഡോവ്മെൻറ്റ് 100 കോടി ദിർഹമായിരുന്നു ലക്ഷ്യമിട്ടത്. അത് ഇപ്പോൾ 140 കോടി ദിർഹം ഇതിനകം തന്നെ ഈ മദേഴ്സ് എൻഡോവ്മെൻറ്റ് മുഖേന സമാഹരിക്കാൻ സാധിച്ചു. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അമ്മമാരുടെ പേരിലുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങൾ ആവിഷ്കരിക്കാനും താഴേക്കിടയിലുള്ള ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് പിന്നെ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി. ഏതായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ പദ്ധതിക്ക് ലഭിച്ച വലിയ സ്വീകാര്യതയ്ക്ക് UAEയിലെ പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദുബൈ ഭരണാധികാരി കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത കൂടി ദുബൈയിൽ നിന്നുള്ളത്, ദുബൈയിൽ ഹെവി ട്രക്കുകൾക്ക് ഈ മാസം 28 മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. റാസൽ ഖോറിനും ഷാർജക്കും ഇടയിലായിരിക്കും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ഈ നിയന്ത്രണം നടപ്പാക്കുക. അത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഏറ്റവും തിരക്കുള്ള സമയങ്ങളിലായിരിക്കും ഈ ട്രക്കുകൾക്ക് ഈ ഭാഗങ്ങളിൽ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്.